ഹരേ കൃഷ്ണ. വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിക്ക്. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്നറിയപ്പെടുന്നത്. ധനുമാസ തിരുവാതിരയ്ക്ക് മുമ്പുള്ള ഏകാദശി കൂടിയാണിത്. ഇഹലോക സുഖവും പരലോക സുഖവും ഫലമാണ്. ദശമിയും ദ്വാദശിയിലും ഒരിക്കലുമാണ്. ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. ഭജന, സത്സംഗം, പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വാദശി നാൾ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കണം. ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി 2023 ഡിസംബർ 23 നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകാദശി നാളിൽ എല്ലാവരും സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ നോക്കണം. വ്രതം അനുഷ്ഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ബാക്കി പൂജകളൊക്കെ ചെയ്താലും മതിയാവും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹപാഠിയായിരുന്ന ഉജ്ജയിലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി എന്നും ഐതിഹ്യമുണ്ട്. പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ്, ഏകാദശി ദേവി. ഈ ദേവി വിഷ്ണുവിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. അപ്പോൾ ഒരു ചെറിയ സ്റ്റോറിയുണ്ട്, അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. വ്രതം എടുക്കുന്നവരും എടുക്കാത്തവർക്കും എല്ലാവരും ഈ കഥ കേൾക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കഥ ഇതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാകട്ടെ അവരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തി. അപ്പോൾ വിഷ്ണുവിൽ നിന്നും സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉദ്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് വളരെ സന്തോഷമായി. എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണം എന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. വിഷ്ണു ഭഗവാൻ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. വിഷ്ണുവിൽ നിന്നും ഉദ്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന പേര് ഉണ്ടായത്. ഗുരുവായൂർ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരവുമായാണ് അനുഷ്ഠിക്കുന്നത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ കോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടത്തുന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശ്രീവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നതും സ്വർഗവാതിൽ എത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ വിഷാദം അനുഭവിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്നാണ് കരുതുന്നത്. അതിനാൽ സ്വർഗവാതിൽ ഏകാദശി ദിനത്തെ ഗീതാ ജയന്തി ഉത്സവ ദിനമായും ആഘോഷിക്കുന്നു. ഏകാദശിയുടെ തലേന്ന് ഒരിക്കൽ ഊണ് മാത്രം ഏകാദശി ദിനം പൂർണ്ണമായും ഉപവസിക്കണം. അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക, എണ്ണ തേച്ച് കുളിക്കാതിരിക്കുക, പകലുറക്കം പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക. അന്നു മുതൽ മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം. കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഭഗവത്ഗീതാ ജയന്തി ദിനമാണ് അന്നേ ദിവസം. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസവും രാവിലെ മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ചു വ്രതം അവസാനിപ്പിക്കാം. ഇതിനെ പാരണ വീടുക എന്നാണ് പറയുന്നത്. പാരണ വീടുമ്പോൾ പറയുന്ന ഒരു ശ്ലോകം ഞാനിവിടെ ചേർക്കുകയാണ്.
ദ്വാദശി ദിവസം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായി പാരണ വിടുന്നതിന് വേണ്ടി തുളസി തീർത്ഥം എടുത്തു വയ്ക്കുക. ഓക്കെ, പാരണ വിടുമ്പോഴത്തേക്കും ഈ മന്ത്രം, സ്ക്രീനിൽ കാണുന്ന ഈ മന്ത്രം ചൊല്ലുക. ഓഷ്യോഹം പുണ്ടരീകാക്ഷ ശരണമേ ഭവാച്യുതേ. ഇതിൻ്റെ മീനിങ്: അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണം ചെയ്യുവാൻ പോകുന്നു, അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണമേ. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കല്പമുണ്ടെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ആ സങ്കല്പം വെച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 22 രാവിലെ 8:16 ആരംഭിക്കുകയും തിഥി അവസാനിക്കുന്നത് 23 7:11 ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യുന്നു. പാരണ സമയം 24 രാവിലെ 6:18 6:24 ഇടയ്ക്കാണ് പാരണ സമയമുള്ളത്. 6 മിനിറ്റേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ പാരണ വിടണം. പിന്നെ ഹരിവാസര സമയം എന്ന് പറയുന്നത് 23 വെളുപ്പിനെ 1:28 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഹരിവാസര സമയം ഉള്ളത്. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണ് ലൈക്ക് ചെയ്യാനും എല്ലാവരും ഒരു കമൻ്റ് ഇടുകയും വേണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ.